അപ്പോൾ എൻ്റെ ലൈഫിൽ ഇത്രയൊക്കെ പെട്ടെന്ന് ഞാൻ ഇങ്ങനൊരു ലൈഫിൽ എല്ലാവർക്കും കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാരോ ആരും ഇല്ല. എല്ലാവർക്കും ഓരോരോ രീതിയിൽ പ്രശ്നങ്ങളുള്ള ആളാണ്. ഹായ് ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നറിയില്ല, എനിക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഞാൻ ഇന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു 2 മാസമൊക്കെ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിക്ക് വ്യൂസ് ഉണ്ട്, മാഷാഅല്ലാ. അപ്പോൾ നമ്മളെ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഉണ്ടല്ലോ, ഒരാഴ്ച മുമ്പ് ഇട്ടൊരു വീഡിയോ ഉണ്ട്. അതിന് 100K വ്യൂസായി ഗൈസ്. 100K വ്യൂസ് കിട്ടോ ഗൈസ്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോക്കാണ് കയറിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എന്നെ പരിചയപ്പെടുത്തിയൊരു വീഡിയോ ഇടാന്ന്. എന്തായാലും നിങ്ങൾക്ക് ഇന്നെ അറിയില്ലല്ലോ, അപ്പോൾ എന്തായാലും ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ എൻ്റെ പേര് സിത്താര, മലപ്പുറത്താണ്. ഇതിന് മുമ്പ് എനിക്ക് സിത്താര വ്ളോഗ്സ് മലപ്പുറം എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ടായിരുന്നു. അതിൽ 3000 സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യ സമ്മർദ്ദം മൂലം അക്കൗണ്ടിൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല, അതുകൊണ്ടൊന്നും ഞാൻ തളരുന്നില്ല കേട്ടോ. ഞാനപ്പോൾ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം, ഈ ഒരു അക്കൗണ്ട്. ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിക്ക് ഉണ്ട്. ഏതായാലും പുതിയതായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണം. കുഴപ്പമില്ലാത്ത രീതിക്കുണ്ട്. പിന്നെ എൻ്റെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ച മലയാളമാണ്. അതായത് തനി മലപ്പുറം ഭാഷയിൽ സംസാരിക്കുക. അത് കുറച്ചൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എൻ്റെ സംസാരം കറക്റ്റ് കൊണ്ട് എല്ലാവരും കൊണ്ട് പിടിക്കണം എന്നില്ല. അത് ഡയറക്റ്റ് പറഞ്ഞവരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സെറ്റാക്കണം. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ വീട് ഇവിടെ മലപ്പുറത്താണ്. എനിക്ക് ഒരു അനിയനുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ ഉമ്മ അപ്പ, പിന്നെ എനിക്കൊരു കുട്ടിയുണ്ട് കേട്ടോ. അവനക്ക് 1 വയസ്സ് ഇപ്പോൾ കഴിഞ്ഞു, 1.5 വയസ്സായി. ഇങ്ങനെ ഒരു ചെറിയൊരു കുടുംബമാണ് എൻ്റെത്. ഞാൻ അപ്പം ഇങ്ങനെ ഡെയിലി വ്ളോഗ്സ്, കുക്കിംഗ് വീഡിയോസ്, മേക്കപ്പ് വീഡിയോസ്, അതുപോലെ ട്രാൻസ്ലേഷൻ വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ചെയ്യാറ്. എന്താ പറയുക, ഒരു വീഡിയോ പോലല്ല, മൊത്തത്തിൽ അങ്ങോട്ട് എല്ലാ വീഡിയോസും ഞാൻ ചെയ്യലുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ വീഡിയോ ആണ് ഇപ്പോൾ നല്ലോണം കയറിയത് കേട്ടോ. പിന്നെന്താ പറയുക, പിന്നെ എൻ്റെ വീഡിയോയിൽ കൂടുതലും കാണാൻ എൻ്റെ സ്വത്തുമണി, അതായത് എൻ്റെ കുട്ടീനെ ഉണ്ട് ഞാൻ സ്വത്തുമണി എന്ന് പറയാറ്. അപ്പോൾ സ്വത്തുമണി ഉണ്ടാവും. പിന്നെ എൻ്റെ അനിയത്തി, പിന്നെ കുഞ്ഞമ്മേൻ്റെ ഒരു കുട്ടീൻ്റെ ഓള്. ഞങ്ങൾ 3 ആളാണ് മെയിനായിട്ട് വീഡിയോസിലൊക്കെ ഉണ്ടാവാറ്. പിന്നെ കുടുംബക്കാരൊക്കെ എവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ചിലവർ കാണിക്കേണ്ട പറയുന്നുണ്ട്, എല്ലാവരും ഒന്നും കാണിക്കില്ല. കുഴപ്പമില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ കാണിക്കും. അപ്പോൾ എന്തായാലും ഇതിൽ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഫസ്റ്റ് വീഡിയോ ഇതാണ് കേട്ടോ, എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ പഴയ ചാനലിലുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ നല്ലോണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഗൈസ്. ഞാൻ പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ വീഡിയോ ഒക്കെ നല്ല രീതിക്ക് മാഷാഅല്ലാ കയറിയത്. ഏതായാലും അറിയണവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. പിന്നെന്താ പറയുക, പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയാത്തതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഇപ്പം എന്തായാലും ഞാൻ മൊത്തത്തിൽ പറയണില്ല. ഇൻഷാ അല്ലാഹ് സമയമുണ്ടല്ലോ, നമുക്ക് പതുക്കെ എന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് മൊത്തമായിട്ട് പരിചയപ്പെടുത്തിയതാണ്. ഇപ്പം എന്തായാലും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ ചാനൽ എന്തുകൊണ്ട് പോയി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കണം. നിങ്ങളിൽ കുറേ ആൾക്കാർ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ട്, പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചവരുണ്ട്. പക്ഷേ അപ്പോൾ കഴിഞ്ഞതിനെക്കുറിച്ച് എന്തായാലും ഇനി പറഞ്ഞിട്ടും ഓർത്തിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഇനി നമുക്ക് വരാനിരിക്കുന്നതിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ചാനൽ ഇനി പോകില്ല എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാവുക. ഇൻസ്റ്റഗ്രാം പുതിയതായിട്ട് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമും ഇതേപോലെ തന്നെ പെട്ടെന്നുള്ളൊരു 1 മന്ത് കൊണ്ടാണ് എനിക്ക് ഫോളോവേഴ്സ് കയറി ഒരു 10K ഫോളോവേഴ്സൊക്കെ ആയത് കേട്ടോ. അപ്പോൾ മുമ്പുണ്ടായിരുന്ന അക്കൗണ്ടിൽ ഇതിലേറെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതും എല്ലാം മൊത്തത്തിൽ പോയതാണ് ഗൈസ്. ഫോണേ പോയി. ഇപ്പോൾ പുതിയ ഫോണും പുതിയ അക്കൗണ്ടും എന്താ പറയുക, മൊത്തത്തിലൊന്ന് പുതിയതായി റീഫ്രഷ് ചെയ്തു ഗൈസ് മൊത്തത്തിൽ ലൈഫ്. അപ്പോൾ എന്തായാലും പുതിയൊരു തുടക്കമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗൈസിൻ്റെ വീഡിയോസിൽ എപ്പോഴും കാണുന്ന 2 ആൾക്കാർ, ഒന്ന് എൻ്റെ അനിയത്തി, പിന്നെ കുഞ്ഞമ്മാൻ്റെ കുട്ടിയും. ഇതിൻ്റെ അനിയത്തി, ഇത് കുഞ്ഞമ്മാൻ്റെ മോളിട്ടാവും. ഇവരാണ് എൻ്റെ വീഡിയോസിൽ അധികം ഉണ്ടാവാറുള്ള ആൾക്കാർ. അപ്പോൾ എൻ്റെ മുമ്പത്തെ ചാനൽ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളെ രണ്ടിനും മനസ്സിലാവും കേട്ടോ. ഇവരെ 2 ആളെയും മനസ്സിലാവും ഗൈസ്. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എല്ലാവർക്കും കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാരോ ആരും ഇല്ല. എല്ലാവർക്കും ഓരോരോ രീതിയിൽ പ്രശ്നങ്ങളുള്ള ആളാണ്. എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിപ്പോൾ ഏജ് 22 ആണ് ഗൈസ്. ഈ ഒരു ഏജിൻ്റെ അടുക്ക് ഞാൻ അനുഭവിക്കാത്തതായിട്ട് ബാക്കിയൊന്നുമില്ല. എൻ്റെ കഥകളൊക്കെ കേട്ടാൽ ഞങ്ങൾ അങ്ങനെ എന്താ വിട്ടു പോകും ഗൈസ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഇങ്ങനെ നിൽക്കണമെന്നുള്ളൊരിതായിരിക്കും. പക്ഷേ ഞാനൊന്നും തന്നെ ഇവിടെ വന്ന് പറയാൻ ഉദ്ദേശിക്കണില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളെല്ലാവരും എന്നെ ഹാപ്പി ആയിട്ടാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അത് മുന്നോട്ടും അങ്ങനെ തന്നെ കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. വിഷമങ്ങളൊന്നും ഞാൻ അങ്ങനെ ആരെയും അറിയിക്കാറില്ല.
സന്തോഷങ്ങളാണ് കൂടുതൽ ഞാൻ പങ്കുവെക്കാറ്. അല്ലെങ്കിൽ അത് തന്നെയാണല്ലോ നല്ലത്. പിന്നെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത ആരും ഇല്ല ലോകത്ത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സമാധാനിക്കണം. ഇന്ത്യയിലും വലിയ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ജീവിച്ചിരിക്കണില്ലേ, അതാണ് കേസ്. അപ്പോൾ എന്തായാലും എൻ്റെ മെയിൻ പ്രശ്നം ഞാൻ പറയട്ടെ, എൻ്റെ ചാനൽ പോയി, പിന്നെ എൻ്റെ അക്കൗണ്ട് എല്ലാം മൊത്തത്തിൽ പോയി, ഫോട്ടോസ് കാര്യങ്ങളെല്ലാം അതിലായിരുന്നു. അപ്പോൾ ഒക്കെ പോയി. എനിക്കത് ഭയങ്കര വിഷമമുണ്ട്. കാരണം എൻ്റെ കുട്ടീൻ്റെ ജനിച്ച അന്നത്തെ ഫോട്ടോസ് മുതൽ എല്ലാതും അതിലാണുള്ളത്. അതെനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് അതിൻ്റെ അടുത്ത് ഇല്ലാത്തതിൽ. പക്ഷേ കുഴപ്പമില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം അല്ലേ? ഓക്കെ, സാറില്ല. ഇപ്പം ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായി പോകും ഗൈസ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വല്ല പറയണില്ല. പറയാത്തതാണ് നിങ്ങൾക്കും എനിക്കൊക്കെ നല്ലത് തോന്നുന്നുണ്ട്. അപ്പം ഇവർ രണ്ടാളും ഇതിനെ കുറിച്ച് പറയും. പറഞ്ഞോളൂ താണി. അപ്പം ഇവർ ഇതിനെ കുറിച്ച് പറയും. പറഞ്ഞോളി. നിങ്ങളിൽ ആരും ഒരാൾ തുടങ്ങുന്നുണ്ടോ? നല്ലൊരു സിദ്ധാർത്ഥാണ്. എപ്പോൾ വീഡിയോ എടുക്കാൻ ഇന്നാണ് കേട്ടോ ഗൈസ്. ഇന്നെ ഞാൻ ചീത്ത പറയും, പക്ഷെ എന്നാലാണെങ്കിലോ വീഡിയോ എടുക്കാനാണെങ്കിൽ അറിയും. ഇൻസാണ് ഗൈസ്. നിങ്ങൾക്ക് ഒന്നും പറയില്ല ഗൈസ്. ഇത്ര കാലം ഞാൻ കൊണ്ടുവരുന്നിട്ട് ബെൽക്ക് എന്നെ പറ്റി ഒന്നും പറയില്ല. നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ ഒരു വേദന. ഇത്രക്ക് നല്ല താത്താരൊന്നും കിട്ടൂല. സത്യം. അതൊരിക്കലല്ല ഗൈസ്. ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത 2 സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പറഞ്ഞു പറയിപ്പിച്ചത് നിങ്ങൾ വിചാരിച്ചു. അത് പിന്നെ അങ്ങനെയല്ലേ, നമുക്ക് സ്വന്തമായിട്ട് അനിയത്തിമാരുണ്ടാവുമ്പോ കഴിച്ചാൽ വിടൂല. താത്താന്റെ കുട്ടീനെ ഞങ്ങളെ ഏൽപ്പിച്ചു. താത്ത കിടന്നിറങ്ങുമ്പോ തിന്റെ മതി വൈകുന്നേരം ഓത്തിന്റെ മാതിരി ഇറങ്ങും. ഞങ്ങളെ ചങ്ങാഴ്ചാള് വരിക വൈകുന്നേരമാണ് കഴിച്ചാൽ വിളിച്ചാൽ. അപ്പോഴാണെങ്കിൽ ഓനെ ഞങ്ങളെ ഏൽപ്പിച്ചു. ഓനാണെങ്കിൽ ഞങ്ങളെ വീട്ടും ചെയ്യില്ല. ഗൈസ്, ഒരു വയസ്സുള്ള ചെറിയ കുട്ടീനെ പറ്റിയിട്ട് ഇവർ രണ്ടാളും പറഞ്ഞു. ഇവർ രണ്ടാളും ഞാൻ എന്താ ചെയ്യേണ്ടി തച്ചുകൊണ്ട് എടുത്ത് പറയണം ഗൈസ്. ഇവിടുന്ന് എൻ്റെ കുഞ്ഞുമണി ഒരു പാവാണ് ഗൈസ്, ഒരു ചെറിയ കുട്ടിയാണ്. പക്ഷെ എനിക്ക് ഉറക്കം വരുമ്പോൾ ഓനുറങ്ങൂല, ഓനുറങ്ങുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവരുടെ ഏൽപ്പിച്ചിട്ട് ഞാൻ നല്ലോണം പോയി ഉറങ്ങും. അതാണ് ഉണ്ടാവാറ് കേട്ടോ. അതാണ് ഇവരിങ്ങനെ പറഞ്ഞത്. എത്ര പരാതിയാക്കാനൊന്നുമില്ല, താത്താരല്ലേ, അവർക്ക് നോക്കേണ്ട കടമുണ്ട്, നോക്കട്ടെ കണ്ട്. പിന്നെ വലുതായതിനു ശേഷം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ? ഇപ്പോഴല്ലേ നോക്കുക. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇത്രയൊക്കെ പെട്ടെന്ന് ഞാൻ ഇങ്ങനൊരു വ്യൂസ് കയറുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ യൂട്യൂബിൽ ഞാൻ എന്താണ് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇനി വരെ എത്രയൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞുതരാം. ഇനി എത്രയൊക്കെ പറഞ്ഞു കൊടുക്കാം? 8. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോസൊക്കെ വരും, സപ്പോർട്ട് ചെയ്ത് കൂടെ. പിന്നെ എന്താ പറയുക ഗൈസ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം എൻ്റെ അക്കൗണ്ട് പോയി, പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്നൊരു അക്കൗണ്ട് തുടങ്ങാനും അതുപോലെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയുള്ള മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. ആ ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.